എല്ലാവർക്കും പ്രമാസ് ഫുഡ് മെസ്സിലേക്ക് സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കിയെടുക്കുന്നത് ഒരു സ്നാക്കാണ്. ചക്കക്കുരു കൊണ്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. പുറമെ നല്ല ക്രിസ്പിയും നല്ല ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണിത്. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അതിനായിട്ട് ചക്കക്കുരു എടുത്തിട്ടുണ്ട്. ഞാൻ ഇത്രയും ചക്കക്കുരുവാണ് എടുത്തിട്ടുള്ളത്. ഇത് നാട്ടിൽ നിന്ന് വരുമ്പം കൊണ്ടുവന്ന ചക്കക്കുരു ആയിരുന്നു. അത് നന്നായിട്ട് കഴുകിയിട്ട് ഉണക്കിയെടുത്തതിന് ശേഷം തൊലി കളഞ്ഞിട്ട് ഫ്രിഡ്ജിൽ ചില്ലറിൽ സൂക്ഷിച്ച് വെച്ചതാണ്. ഇങ്ങനെ നമുക്ക് ഫ്രിഡ്ജിൽ ചില്ലറിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും ചക്കക്കുരു യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു കറിയോ തോരനോ സ്നാക്കോ ഒക്കെ തയ്യാറാക്കണമെന്ന് തോന്നുന്ന സമയത്ത് അത് പെട്ടെന്ന് തന്നെ അത് ഉപയോഗിക്കാനും പറ്റും. എത്ര കാലം കഴിഞ്ഞാലും നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. സീസൺ ടൈം കഴിഞ്ഞാലും ഉപയോഗിക്കാം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇനി ഇതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കണം. ഒരു കുരു 4 പീസായിട്ട് നീളത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഫ്രഷ് ചക്കക്കുരു ആണെങ്കിൽ സ്റ്റീമറിൽ വെച്ച് സ്റ്റീം ചെയ്തെടുത്താൽ മതി, പെട്ടെന്ന് കുക്കായി കിട്ടും. ഞാനിതിപ്പോൾ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട് തന്നെ ഇതിന് കുറച്ച് വേവ് കൂടുതലുണ്ടാകും. 3 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തിട്ട് എടുക്കണം. ഇതിപ്പോൾ വിസിൽ വരുന്നുണ്ട്. ഇനി ഇത് വിസിൽ വന്നതിന് ശേഷം തണിയാനായിട്ട് മാറ്റി വെക്കാം. നന്നായിട്ട് തണിഞ്ഞ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ 3 വിസിൽ വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തണിയാനായിട്ട് മാറ്റി വെക്കാം. ചക്കക്കുരു ഇപ്പോൾ നന്നായിട്ട് തണിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് പകുതി പോർഷൻ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അതിനുശേഷം അടുത്ത ട്രിപ്പും അങ്ങനെ തന്നെ പൊടിച്ചെടുക്കാം. ചക്കക്കുരു ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ്. നമ്മുടെ ഹെൽത്തിനാണെങ്കിലും ഹൃദയാരോഗ്യത്തിനും അതുപോലെ തന്നെ മുടി വളർച്ചയ്ക്കും എല്ലുകളുടെ ആരോഗ്യത്തിനും ഒക്കെ നല്ലതാണ്. ക്യാൻസറിനെ വരെ പ്രതിരോധിക്കാൻ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായി കട്ട് ചെയ്തെടുത്ത സവാള, പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറുതായി കട്ട് ചെയ്തെടുത്ത ഇഞ്ചി, വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചക്കക്കുരു കഴിക്കുന്നത് കൊണ്ട് ചിലവർക്കൊക്കെ ഗ്യാസ് ട്രബിളൊക്കെ ഉണ്ടാകാറുണ്ട്. അത് ഒഴിവാക്കാനാണ് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കട്ട് ചെയ്ത് വെച്ച മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലേവറിനായിട്ട് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ആവശ്യത്തിന് ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുവരെ ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ചെറിയ ജീരകവും 1 ടീസ്പൂൺ അയമോദകവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഗ്യാസ് ട്രബിൾ സംബന്ധമായിട്ടുള്ള എല്ലാ അസുഖങ്ങളും മാറിക്കിട്ടാൻ നല്ലതാണ്. അയമോദകമാണെങ്കിലും ജീരകമാണെങ്കിലും അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഗ്യാസ് ട്രബിളൊക്കെ ഒഴിവാക്കാൻ നല്ലതാണ്. കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ തിരുമിയിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് കൈവച്ച് തിരുമിയിട്ട് ചേർത്ത് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ഫ്ലേവർ നന്നായിട്ട് ഇറങ്ങിക്കിട്ടുന്നത്. ഇനി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ചക്കക്കുരു എല്ലാവർക്കും കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഗ്യാസ് ട്രബിളിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ട് ചെറിയ പൊടിക്കൈകളൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹെൽത്തി ആയിട്ട് തന്നെ ചക്കക്കുരു കഴിക്കാൻ പറ്റും. ഇനി ഇത് ഒന്ന് കൈവച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുമ്പോഴാണ് അതിൻ്റെ കറക്റ്റായിട്ട് ഇതിൻ്റെ എല്ലാം മസാലയൊക്കെ സെറ്റായിട്ട് കിട്ടുക. ഇപ്പോൾ ഒന്ന് കൈവച്ച് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അതിനായിട്ട് 1/2 കപ്പ് കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് നൈസായിട്ടുള്ള അപ്പപ്പൊടി അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നീട് ഇതിലേക്ക് കുഴച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. നോർമൽ പച്ചവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നല്ല സെറ്റായിട്ട് കുഴച്ചെടുക്കണം. കൈ വെച്ച് കുഴച്ചെടുക്കുമ്പോൾ നല്ല കറക്റ്റായിട്ട് കിട്ടും. ഇതിപ്പോൾ കൈവച്ച് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് ഒരു ബോൾസായിട്ട് കിട്ടണം. ആ പരുവത്തിലായിട്ട് കിട്ടുന്നത് വരെ കുഴച്ചെടുക്കണം. ഇതൊന്ന് ടേസ്റ്റ് നോക്കിയതിന് ശേഷം നമുക്ക് ഇതിൽ എന്തെങ്കിലും ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്തിട്ട് കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അരിപ്പൊടിയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ നല്ല ക്രിസ്പിയുമാണ്. പുറമെ നല്ല ക്രിസ്പിയുമാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. ഇതിനെല്ലാം ഫ്ലേവറും അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. ചക്കക്കുരുവാണെന്ന് ഇത് കഴിക്കുമ്പോഴൊന്നും പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. ഇതിപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് മാത്രം നമുക്ക് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ ഇട്ട് കൊടുക്കാം.
ഞാനിതിപ്പോൾ ചെറിയ ചെറിയ ബോൾസായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ ഇത് തയ്യാറായിട്ട് കിട്ടുകയും ചെയ്യും. ഒരു സൈഡ് ആയി വരുന്ന സമയത്ത് തിരിച്ചിട്ടും മറിച്ചിട്ടും ഇട്ടിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് കുക്ക് ചെയ്തിട്ട് എടുക്കാം. ഇനിയെങ്കിലും ചക്കക്കുരു ഒന്നും കളയാതെ ഇങ്ങനെ നമുക്ക് സൂക്ഷിച്ച് വെക്കാനും പറ്റും. അതുകൊണ്ട് പലതരത്തിലുള്ള പലഹാരങ്ങളോ സ്നാക്സോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും. ഇതിന് ഗ്യാസ് ട്രബിൾ ഒഴിവാക്കാനായിട്ട് ഇങ്ങനെ ചെറിയ പൊടിക്കൈകളൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിക്കാനും പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളായിട്ടുള്ള ഒരു സ്നാക്സാണിത്. നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനും. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ നാട്ടിലൊക്കെ സീസൺ ടൈമിൽ ഇഷ്ടം പോലെ ചക്കയും ചക്കക്കുരും ഒക്കെ ഉണ്ടാകും. അപ്പോൾ ഇതിങ്ങനെ വേസ്റ്റായി കളയുന്നതിന് പകരം ഇതുപോലെയൊക്കെ തയ്യാറാക്കിയെടുക്കാം. ഞാനിതിപ്പോൾ എല്ലാം ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള ചക്കക്കുരു കൊണ്ടുള്ള നമ്മുടെ 4 മണി പലഹാരം റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. എല്ലാവരും തയ്യാറാക്കി നോക്കുക. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ. സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരുപാട് റെസിപ്പീസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ട് നോക്കുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു.